ഹേ എവ്രി വൺ, വെൽക്കം ടു അവർ ന്യൂ ജേണി. അപ്പോൾ ഇവിടെ പുതിയൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാണ്. ഞങ്ങൾ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ട്രിപ്പ് പോകും, 2 ഡേയ്സൊക്കെ. വർക്കുള്ളത് കൊണ്ട് അങ്ങനെ ലീവൊന്നും കിട്ടാറില്ല, എന്നാലും ഇടയ്ക്ക് പോകാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ 2 ഡേയ്സ് ട്രിപ്പൊക്കെ പോയിട്ട് വരും. അപ്പോൾ ആ വീഡിയോസൊക്കെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ പിന്നീട് നമുക്ക് കാണാനായാലും നിങ്ങൾക്ക് കാണാനായാലും വളരെ യൂസ്ഫുള്ളാണല്ലോ. അപ്പോൾ ഇന്നൊരു തേക്കടി ട്രിപ്പാണ്. തേക്കടി ട്രിപ്പിൻ്റെ ഒരു കുട്ടി വ്ളോഗാണ് പറയുന്നത്. അപ്പം ഞങ്ങൾ എറണാകുളത്ത് നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. കോട്ടയം വഴിയാണ് പോയത്. അതിന് കറക്റ്റ് ലൊക്കേഷനൊന്നും എനിക്ക് പറയാറില്ല. രാവിലെ 3:30 ഒക്കെ ആയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് പോകുന്ന വഴിക്കുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. അങ്ങനെ രാവിലെ നല്ല കോടയാട്ടം, കാണാൻ നല്ല രസമുണ്ടായി, നല്ല തണുപ്പും ഉണ്ടായി ആ സമയത്ത്. ഇതൊരു 6 മണി സമയത്തൊക്കെ, 5:45 6 മണി സമയത്തെ വ്യൂ അത്. ഞങ്ങൾ തേക്കടിയിൽ KTDCയുടെ പെരിയാർ ഹൗസിലേക്കാണ് സ്റ്റേക്ക് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു 7 മണി 7:15 ആകുമ്പോഴേക്കും അങ്ങോട്ട് എത്തി. പക്ഷെ അത്ര നേരത്തെ ഒന്നും അങ്ങോട്ട് എത്തേണ്ട ആവശ്യമില്ല. കാരണം അവിടെ അധികം അങ്ങനെ രാവിലെ അങ്ങനെ ആക്ടിവിറ്റീസൊന്നും ഇല്ല. 2 മണിക്ക് അങ്ങാണ്ട്, 11 മണി 2 മണി ആ സമയത്ത് അങ്ങാണ്ടാണ് ചെക്ക് ഇൻ. പക്ഷെ ഞങ്ങൾക്കത് അറിയില്ലായിരുന്നു. ഞങ്ങൾ പ്രീ ബുക്ക് ചെയ്തിട്ടാണ് പോയേ. പക്ഷെ ഞങ്ങൾ നേരത്തെ പോയി അവിടെ ഏതെങ്കിലും സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെ അവിടെ നേരത്തെ പോയി എക്സ്പ്ലോർ ചെയ്യേണ്ട സ്ഥലങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് പക്ഷെ ഭാഗ്യത്തിന് വേറെ ആൾക്കാർ റൂം വെക്കേറ്റ് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ രാവിലെ തന്നെ ചെക്ക് ഇൻ ചെയ്യാൻ പറ്റി. എന്നിട്ട് ഞങ്ങൾ അവിടെ ഫുഡൊക്കെ കഴിച്ച് അവിടെ ഇരുന്ന് റെസ്റ്റ് എടുത്ത്. വേറെ അങ്ങനെ കാണാൻ സ്ഥലങ്ങളില്ല അവിടെ. ശരിക്കും ബോട്ടിങ് പിന്നെ നൈറ്റ് ട്രക്കിംഗ് ഒക്കെയാണ് ഉള്ളത്. അപ്പം ഞങ്ങൾ ഒരു 3 മണിക്ക് ബോട്ടിംഗ് ഉണ്ടായിരുന്നു. അതിന് ബുക്ക് ചെയ്തു. 450 ആണ് പെർ ഹെഡ്. അപ്പോൾ അതിന് വേണ്ടി ബോട്ടിങ്ങിന് പോണ വഴിക്കുള്ള കുറച്ച് നടക്കാനുണ്ട്. ഒരു 800 മീറ്റേഴ്സ് നടന്നിട്ട് വേണം ബോട്ടിങ്ങിന് പോകാനായിട്ട്. അപ്പോൾ ആ പോണ വഴിക്കുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ. അവിടെ ഏറുമാടൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങോട്ടൊന്നും ഞങ്ങൾക്ക് കയറിയില്ല, ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല. അവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ 3 മണിയായപ്പോൾ ബോട്ടിങ് സ്റ്റാർട്ട് ചെയ്തു. ബോട്ടിങ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉള്ള ബോട്ടിങ്ങിൻ്റെ അകത്തു നിന്നുള്ള വ്യൂസാണിത്. അടിപൊളിയായിരുന്നു കേട്ടോ ബോട്ടിങ്. 3 മണിക്കും പിന്നെ വൈകിട്ട് 3 മണിക്കും രാവിലെ 7 മണിക്കുമാണ്. അതിന് രണ്ടിനും പോയാലാണ് നമുക്ക് എന്തെങ്കിലും മൃഗങ്ങളൊക്കെ കാണാൻ പറ്റാമെന്ന് അവർ പറഞ്ഞു. സോ അതുകൊണ്ട് ഞങ്ങൾ 3 മണിത്തേന് പോയി. കണ്ട അവിടെ നിറച്ച് മ്ലാവുകൾ വന്ന് പുല്ല് തിന്ന് വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട്. അപ്പോൾ അവർ കാട്ടിലേക്ക് കയറാനുള്ളൊരു പ്ലാനിലാണെന്ന് തോന്നുന്നു. പക്ഷേ അങ്ങനെ നമ്മൾ ടൈഗറിനൊന്നും കണ്ടില്ല കേട്ടോ. അവിടെ ടൈഗർ ഉണ്ടെന്നൊക്കെ അവർ പറഞ്ഞിരുന്നു, പക്ഷേ കണ്ടില്ല. പിന്നെ ആനേനൊക്കെ ദൂരേന്ന് കണ്ടു. അങ്ങോട്ട് പോയില്ല ബോട്ട്. സോ വോയിസ് ഇടയ്ക്ക് ബ്രേക്കായി പോകുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനലിൽ വീഡിയോ ചെയ്യുന്നതിൻ്റെയും വോയിസ് ഓവർ ചെയ്യുന്നതിൻ്റെയൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. നമുക്ക് അടുത്ത വീഡിയോയിൽ അതൊക്കെ ശരിയാക്കാം. അപ്പോൾ ഒരു 3 തൊട്ട് 5 വരെ ആയിരുന്നു ബോട്ടിങ്. 2 അവർ തികച്ചുണ്ടായില്ല. അങ്ങനെ അവർ അധികം ദൂരേക്കൊന്നും കൊണ്ടുപോയില്ല, എന്നാലും അത്യാവശ്യം കണ്ടു. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ലേക്ക് വ്യൂ പാലസ് ഉണ്ടായിരുന്നു. അത് അടിപൊളിയാണ് കേട്ടോ. പക്ഷെ അവിടെ റേറ്റ് നല്ല കൂടുതലാണ്. അത് കാണാൻ പറ്റും. ലേക്ക് വ്യൂ അതൊരു ഐലൻഡ് പോലത്തെ ഒരു സ്ഥലത്താണ്. അങ്ങനെ ഇതൊക്കെ ലേക്ക് വ്യൂവിൻ്റെ വീഡിയോസാണ്. കുറച്ച് വീഡിയോസൊക്കെ കണ്ടു.
അങ്ങനെ ബോട്ടിങ്ങൊക്കെ കഴിഞ്ഞ് വൈകിട്ടായി. അവിടെ ഒരു 5 മണിയാകുമ്പോഴേക്കും തന്നെ ഇരുട്ട് ആയി തുടങ്ങുന്നുണ്ട്. പിന്നെ ഞങ്ങൾ KTDCയിൽ റൂം എടുത്തത് അവിടുത്തെ പ്രൈസ് 3700 സംതിങ് അങ്ങനെയാണ്. 1 നൈറ്റ് സ്റ്റേ. കുറച്ച് റേറ്റ് കൂടുതലാണ്, എന്നാലും അടിപൊളിയാണ്. നമുക്ക് ചുറ്റും കാടിൻ്റെ നടുക്കൊരു റൂം അങ്ങനെയാണ്. അപ്പം നമ്മൾ വൈകിട്ട് വന്നു, പിന്നെ ഫുഡ് കഴിച്ചു, കിടന്നു. പിന്നെ രാവിലെ എഴുന്നേറ്റ് പോവുക ചെയ്തത്. അവിടെ നൈറ്റ് ട്രക്കിംഗ് ഒക്കെ ഉണ്ട്. അതിന് 1500 ഒക്കെയാണ് പെർ ഹെഡ് വരുന്നത്. അതിനൊന്നും ഞങ്ങൾ പോയില്ല. പിന്നെ അവിടുത്തെ ഫുഡ് കഴിക്കാൻ നമുക്ക് പുറത്ത് എവിടേക്കും പോകാൻ പറ്റില്ല. 5 മണിക്ക് അവിടെ 5 മണി 5:30 നമ്മൾ റൂമിൻ്റെ അവിടെ കയറണം. അത് കഴിഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങാൻ പറ്റില്ല. സോ ഫുഡ് KTDCയുടെ റെസ്റ്റോറൻറ്റിൽ തന്നെ കഴിക്കണം നമ്മൾ. വേറെ സ്ഥലമൊന്നുമില്ല പോയി കഴിക്കാൻ. ഫുഡ് അത്ര ക്വാളിറ്റി ഉണ്ട്, പക്ഷെ നമുക്ക് വയറിനത്ര പിടിച്ചില്ല ഫുഡ്. എന്തോ അധികം ടേസ്റ്റും ഇല്ല. പക്ഷെ വേറെ ഓപ്ഷനില്ലല്ലോ. അതുതന്നെ നമ്മൾ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും പിറ്റേ ദിവസം കാലത്തും കഴിക്കേണ്ടി വന്നു. വയറൊക്കെ കുറച്ച് സീനായിരുന്നു. നമ്മൾ റൂമിലെത്തിയപ്പോൾ ഒരാൾ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. അവർ ജനൽ തുറന്നിടരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു കുഞ്ഞു കുട്ടി കരങ്ങനുണ്ട് അതിൻ്റെ കയ്യിൽ. അങ്ങനെ നമ്മൾ നൈറ്റ് ബോട്ടിങ് കഴിഞ്ഞ് വന്ന് പുറത്തൊക്കെ ഒന്ന് കറങ്ങി. മുള്ളമ്പന്നിയാട്ടോ അവിടെ നൈറ്റ് മുള്ളമ്പന്നികൾ വരാറുണ്ട്. അങ്ങനെ അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് ഫുഡ് കഴിച്ച് കിടന്ന് രാവിലെ ആയപ്പോൾ നമ്മൾ പോയി. രാവിലെ ഒരു 9 o'clock ഒക്കെ ആയപ്പോൾ ഇറങ്ങി. 11 o'clock ശരിക്കും ചെക്കൗട്ട് ചെയ്താൽ മതി. പക്ഷെ നമ്മൾ നേരത്തെ പോയി തിരിച്ച്. വേറെ അവിടെ അധികം എക്സ്പ്ലോർ ചെയ്യാനും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം വേഗം തന്നെ പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഒരു കുട്ടി ട്രാവൽ വീഡിയോ ആണ്, ഫസ്റ്റത്തെ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ മൊബൈലിൽ ഷൂട്ട് ചെയ്ത് മൊബൈലിൽ തന്നെ എഡിറ്റ് ചെയ്ത് ഇടുന്നതാണ്. സോ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ തീർത്തിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വരാം. അടുത്ത വീഡിയോ ഇനിയിപ്പോൾ അടുത്ത ട്രിപ്പ് പോകുമ്പോഴേ ഉണ്ടാവൂ. പെട്ടെന്ന് തന്നെ പോകാൻ പറ്റട്ടെ അടുത്ത ട്രിപ്പ്. അപ്പോൾ എല്ലാവരും ചാനലിലെ വീഡിയോസ് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോസ്. ഇതൊക്കെ നമ്മൾ പോകുന്ന വഴി ഉണ്ടായിരുന്ന വ്യൂസാണ് കേട്ടോ. നല്ല അടിപൊളി വ്യൂ ആണ് പോകുന്ന വഴിയും വരുന്ന വഴിയൊക്കെ. പക്ഷെ ആ വഴി ഏതാണെന്നൊന്നും പറഞ്ഞുതരാൻ എനിക്കറിയില്ല. എറണാകുളത്ത് നിന്ന് തേക്കടിയാണ് നമ്മൾ പോയത്. കോട്ടയം വഴിയാണ് പോയത്, അത്രേ അറിയുള്ളൂ. പിന്നെ മാപ്പിട്ട് വന്നതുകൊണ്ട് ഒരു കറക്റ്റ് റൂട്ടൊന്നും അല്ലയെന്നാണ് തോന്നുന്നത്. കുറേ ഷോർട്ട് കട്ടൊക്കെ ഉണ്ടായിരുന്നു. രാവിലെ 3:30 അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ കുറേ ഷോർട്ട് കട്ട് വഴിയൊക്കെ വന്നത്. പോയപ്പോൾ കറക്റ്റ് വഴി പോയി കേട്ടോ. അപ്പോൾ ടാറ്റാ, ബൈ.